ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. എത്തിയപാടെ തന്നെ നമ്മളൊരു ഓട്ടോക്കാരൻ വന്ന് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ಹಾಸ್ಪಿಟಲ್ಲು ಬಾ ಕರ್ಕೊಂಡು ಹೋಗ್ಬಿಡ್ತೀನಿ. ಇಲ್ಲ ಸರ್, ಫ್ರೆಂಡ್ಸ್ ಇರಪ್ಪು. ಫೋನ್ ಮಾಡು, ಕೇಳು. ಬರಲಿಲ್ಲ ನನಗೆ ಆಟೋ ಬರೋರು ಕರ್ಕೊಂಬರಲ್ಲ ಅನ್ನು. ಆಟೋಕ್ಕೆ ಕರ್ಕೊಂಬರಲ್ಲ ಅನ್ನು. ಆಟೋದಲ್ಲಿ ಬಂದ್ಬಿಡಲ್ಲ ಅನ್ನು. ಅಲ್ಲ, ಫ್ರೆಂಡ್ಸ್ ಪಿಕ್ വരും. ಅದೇ ಫೋನ್ ಮಾಡಪ್ಪ, ನೀನು ಫೋನ್ ಮಾಡಿ ಕೇಳು. ಪಿಕಪ್ ഞാൻ പറയുന്ന അയാൾക്കും മനസ്സിലാവുന്നില്ല, അയാൾ പറയുന്നതാണ് എനിക്കും മനസ്സിലാവുന്നത്. ഇതൊക്കെ ഏത് ഭാഷ പഠിച്ചോനറിയാം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 9 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൂമും തപ്പി പോകുന്നത്. നമ്മളെ നാട്ടിലുള്ളവരോടൊക്കെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ്റെ കഥ പോയി, ഓൻ വലിയ പോരാ, അങ്ങനെ എന്നൊക്കെ പറയും. അതിൻ്റെ റീസൺ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു പോക്കിൽ അത് മനസ്സിലാവാൻ മതിയായിരിക്കും. പിന്നെ ഞാനും ദിൽബറും മാത്രമല്ല കേട്ടോ, നമ്മൾ കാസർഗോഡ് നിന്നിട്ട് വാസിമിനെയും കൂടി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളി റൂം സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് വാസിം ഇവിടെ ക്യാമറയുടെ മുന്നിൽ വലിയ പോസ് ഇട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പൊറാട്ടയും കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. ആൻഡ് ദിസ് ഈസ് പാർവതി. ആക്ച്വലി പാർവതി എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചത് കേട്ടോ. ആൻഡ് ഇവളിവിടെ നഴ്സിങ്ങിന് പഠിക്കുകയാണ്. നിംഹാൻസിൽ ആൾ ഭയങ്കര പാട്ടുകാരിയാണ് കേട്ടോ. പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തതും അതിൻ്റെ റിയാലിറ്റിയുമാണ് ഇത് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ മെയിൻ സംഭവം വേസ്റ്റാണ്. ഇനി ഞാൻ നിന്ന സ്ഥലത്തിന്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് പനിയും ജലദോഷവും പിന്നെ ഡയറിയും ഇനി വരാനൊന്നും ബാക്കിയില്ല. അപ്പം നമുക്ക് ബാക്കി വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.